എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നവൻസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കുന്നത് വ്യത്യസ്തമായിട്ടുള്ള ഒരു പായസമാണ്. ഓണത്തിനോടനുബന്ധിച്ച് ഒരു പ്രഥമനാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ അത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അതിന്റെ ഇൻഗ്രീഡിയന്റ് എന്താണെന്ന് നോക്കാം. ആദ്യമായിട്ട് വേണ്ടത് ഒരു മത്തന്റെ കഷ്ണമാണ്. നല്ല പഴുത്തതായിരിക്കണം. മാർക്കറ്റിൽ കിട്ടുന്ന ഉരുണ്ട സൈസുള്ള ചെറിയ മത്തൻ ടൈപ്പ് ഉണ്ട്, അതായാലും കുഴപ്പമൊന്നുമില്ല, അത് വേണമെങ്കിലും എടുക്കാം. ഇനി 2 ക്യാരറ്റാണ് എടുക്കുന്നത്. ക്യാരറ്റ് മത്തൻ ഇത് രണ്ടും തുല്യമായിട്ടും എടുക്കാം, മത്തൻ കുറച്ച് അധികം വേണമെങ്കിൽ അങ്ങനെ എടുക്കാം. അപ്പം ഞാൻ രണ്ടും കൂടി 1/2 കിലോ അല്ലെങ്കിൽ 600 ഗ്രാമോളാണ് എടുക്കുന്നത്. മത്തന്റെയും ക്യാരറ്റിന്റെയും തൊലി കളഞ്ഞ് കഷ്ണങ്ങളാക്കി കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക. ഇത് വേവാൻ ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കുക. അധികം വെള്ളം ഒഴിച്ചു കൊടുക്കരുത്. 3-4 വിസിൽ വരുന്നവരെ വേവിക്കുക. പ്രഷർ പോയി കുക്കറൊന്ന് തുറന്ന് ഈ മത്തന്റെ കഷ്ണങ്ങൾ നല്ലപോലെ ഒന്ന് ഉടച്ചു കൊടുക്കുക. ഇത് മിക്സിയിൽ ഒന്ന് ക്രഷ് ചെയ്താലും മതി, അല്ലെങ്കിൽ ഇതുപോലെ ഒന്ന് കല്ലുകൊണ്ട് ജസ്റ്റ് ഒന്ന് ഉടച്ചു കൊടുത്താലും മതി. മത്തനും ക്യാരറ്റും വേവുന്ന സമയം കൊണ്ട് നമുക്ക് കുറച്ച് ശർക്കര ഉരുക്കിയെടുക്കാം. ഞാനിവിടെ 1/2 കിലോ ശർക്കര തന്നെയാണ് ഉപയോഗിക്കുന്നത്. കഷ്ണം എത്രയാണോ ഉള്ളത് അത്ര തന്നെ വെയിറ്റിലാണ് ശർക്കരയും എടുക്കുന്നത്. 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് ഒന്ന് ഉരുക്കിയെടുക്കുകയാണ്. ഇനി നല്ലപോലെ ഇതൊന്ന് ഉരുകിയതിന് ശേഷം അഴുക്കുകളൊക്കെ സ്പൂൺ കൊണ്ട് നീക്കം ചെയ്ത് ഒന്ന് അരിച്ചെടുക്കാം. ഇനി തേങ്ങാപ്പാൽ റെഡിയാക്കാനായിട്ട് 1/2 കപ്പ് തേങ്ങാപ്പാൽ പൊടി എടുക്കുക. അതിലേക്ക് 1 അല്ലെങ്കിൽ 1.5 ലിറ്റർ വെള്ളം ഒഴിച്ചു കൊടുക്കുക. വെള്ളം നല്ല തിളച്ച വെള്ളമായിരിക്കണം. ഇത് കട്ട കെട്ടാതെ ഇളക്കിയതിന് ശേഷം മാറ്റി വെക്കുക. ഇത് 2ാം പാലാണ്. ഇനി 1/2 കപ്പ് തേങ്ങാപ്പാൽ പൊടിയിലേക്ക് വളരെ കുറച്ച് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുക. കട്ട കെട്ടാതെ ഇളക്കി കൊടുക്കുക. ഇത് 1ാം പാലാണ്. ഇതും മാറ്റി വെക്കുക. 1ാം പാൽ അല്ലെങ്കിൽ തലപ്പാൽ. തേങ്ങയാണ് എടുക്കുന്നെങ്കിൽ 2 തേങ്ങയുടെ പാലെങ്കിലും എടുക്കാൻ ശ്രമിക്കുക. നല്ലപോലെ ഉടഞ്ഞതിന് ശേഷം പാത്രത്തിലിട്ട് ഒന്നുകൂടി നല്ലപോലെ വരട്ടിയെടുക്കുക. 1 ടേബിൾ സ്പൂൺ നെയ്യ് കൂടി ഒഴിച്ചു കൊടുക്കുക. നല്ലപോലെ വരണ്ട് നെയ്യ് തെളിയുന്ന സമയത്ത് അതിലേക്ക് നമ്മൾ ഉരുക്കി വെച്ചിരിക്കുന്ന ശർക്കര ഒഴിച്ചു കൊടുക്കുക. ശർക്കര ചേർത്തതിന് ശേഷം ഈ കഷ്ണങ്ങൾ നല്ലപോലെ വരട്ടിയെടുക്കണം. രണ്ടും നല്ലപോലെ ചേർന്ന് വരണം. ഇത് നല്ലപോലെ ഒന്ന് വരണ്ട് ഇതുപോലെ തിള വരുന്ന സമയം വരെ ഇളക്കിക്കൊണ്ടിരിക്കുക. മീഡിയം ഫ്ലെയിമിലായിരിക്കണം തീയെ. കുറച്ച് സമയം എടുത്ത് പായസം ഉണ്ടാക്കുകയാണെങ്കിൽ വളരെ നല്ല ടേസ്റ്റ് ആണ്. അപ്പോൾ ഇതുപോലെ നല്ലപോലെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഇനി ഇങ്ങനെ തിള വന്ന് ഒന്ന് പൊട്ടുന്ന സമയത്ത് ഒന്നുകൂടി ഇളക്കിയതിന് ശേഷം ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന 2ാം പാല് കുറേശ്ശെയായിട്ട് ഒഴിച്ച് പെട്ടെന്ന് തന്നെ ഇളക്കി കൊടുക്കുക. ഇതും നല്ലപോലെ കൈയെടുക്കാതെ ഇളക്കിക്കൊണ്ടേ ഇരിക്കുക. മീഡിയം ഫ്ലെയിമിൽ ഒരു 20-25 മിനിറ്റോളം ഇളക്കിക്കൊണ്ടിരിക്കണം. ഇതും നല്ലപോലെ ഒന്ന് കുറുകി തിള വരുന്ന സമയത്ത് ചെറുതീയിലിട്ട് ഒന്നുകൂടി ഇളക്കിക്കൊണ്ടിരിക്കുക. ഇനി എടുത്തു വെച്ചിരിക്കുന്ന 1ാം പാൽ ഒഴിച്ചു കൊടുക്കുക. ഒന്ന് ഇളക്കിയതിന് ശേഷം ഓഫ് ചെയ്യാം. ഇതിലേക്ക് 3-4 ഏലക്കായ, 1.5 ടീസ്പൂൺ ജീരകം, ഒരു ചെറിയ കഷ്ണം ചുക്ക് എന്നിവ കുറച്ച് പഞ്ചസാരയും ചേർത്തൊന്ന് പൊടിച്ച് ചേർത്ത് കൊടുക്കുക. നല്ലപോലെ ഇളക്കുക. ഇനി അടുപ്പിൽ നിന്ന് വാങ്ങി വെക്കുക. 2-3 ടേബിൾ സ്പൂൺ നെയ്യിൽ കുറച്ച് ചെറുതായി അരിഞ്ഞ തേങ്ങാക്കൊത്ത് വറുത്തത് ഇട്ട് കൊടുക്കുക. അണ്ടിപ്പരിപ്പും മുന്തിരിയും ഉണ്ട് എന്നുണ്ടെങ്കിൽ അതും വറുത്തിട്ട് കൊടുക്കുക. അണ്ടിപ്പരിപ്പും മുന്തിരിയും ഓപ്ഷണൽ ആണ്, ഉണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. തേങ്ങാക്കൊത്താണ് ഇതിലേക്ക് ഏറെ ടേസ്റ്റ് ഉണ്ടാവുക. ഇനി നല്ലപോലെ ഇളക്കിയതിന് ശേഷം ഒന്ന് ആറിയിട്ട് ഉപയോഗിക്കാം. ഇപ്പോൾ നമ്മളുടെ സ്വാദിഷ്ടമായ പായസം റെഡി ആയിട്ടുണ്ട്. ഇത് നമ്മൾ അടപ്രഥമനൊക്കെ ഉണ്ടാക്കുന്നതിന് പകരമായിട്ട് തന്നെ സദ്യയിലൊക്കെ ഉപയോഗിക്കാം. വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാം. നമ്മുടെ വീട്ടിലുള്ള കഷ്ണങ്ങൾ ഉപയോഗിച്ച് തന്നെ ഉണ്ടാക്കാവുന്നതാണ്. മത്തനും ക്യാരറ്റും നല്ലപോലെ അരച്ചാണ് ഉണ്ടാക്കുന്നെങ്കിൽ ഈ കൺസിസ്റ്റൻസിയിലാണ് കിട്ടുന്നത്. ഇങ്ങനെയും വേണമെങ്കിൽ ട്രൈ ചെയ്യാം. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇതുപോലെ ഒരു പ്രഥമൻ ഓണത്തിന് നിങ്ങളും തയ്യാറാക്കുക. അടുത്ത നല്ല നല്ല വീഡിയോസ് ആയിട്ട് വരുന്നവരേക്കും ബൈ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഓണാശംസകൾ.